പശ്ചിമ ബംഗാളിലെ മധുരം എന്ന വൻമരം വീണു. ഇപ്പോൾ അടുത്ത ട്രോൾ മെറ്റീരിയൽ ആയിരിക്കുന്നത് തമിഴ്നാട്ടിലെ മോദിയാണ്. അതായത് വെസ്റ്റ് ബംഗാളിൽ വന്നപ്പോൾ സ്വാഭാവികം കളർ ഉണ്ടായിരുന്ന ഒരു മോദി തമിഴ്നാട്ടിൽ വന്നപ്പോൾ എങ്ങനെ കറുത്തു എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ അങ്ങനെ ചോദിക്കുന്നത് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തമിഴ്നാട്ടിൽ വന്ന മോദിയുടെ രൂപം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ എമ്പുരാൻ സിനിമയില്ലേ, എമ്പുരാൻ സിനിമയിൽ ടോവിനോയെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ടോവിനോ വന്ന് നിൽക്കുന്നു, ആദ്യമേ മുടിയൊക്കെ നരച്ച രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നരപ്പിക്കുന്നു, കണ്ണാടി വെക്കുന്നു, വസ്ത്രങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കൊണ്ടുവന്ന് നിർത്തുന്നു. അതേപോലെയാണ് തമിഴ്നാടും അദ്ദേഹത്തെ കൊണ്ടുവരുത്തിയത്. ഒരു തമിഴ് ചുവ വരുത്താൻ വേണ്ടി മുഖത്തൊക്കെ ചെറിയ ഒരു മേക്കപ്പ് ഒക്കെ ഇട്ട് കരിവാരി പൊത്തി അദ്ദേഹത്തിന്റെ മുഖത്ത് കരിവാരി പൊത്തിയൊന്നുമല്ല, ചെറിയൊരു മേക്കപ്പ് ഒക്കെ ഇട്ടതാണ്. അപ്പോൾ ഇനി പറയാൻ കഴിയില്ല അദ്ദേഹം മേക്കപ്പ് ഇടാൻ പോയ സമയത്ത് മേക്കപ്പുകാരന് തെറ്റുപറ്റിയതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ മുഖം നല്ല രീതിയിൽ ഡള്ളായിട്ടുള്ളൊരു കളറാണ്. എന്നിട്ട് നല്ല വെളുത്ത വസ്ത്രം, അതിൻ്റെ കൂടെ ഒരു നേരി ചെയ്ത് പോയിട്ടൊരു മുണ്ടൊക്കെ എടുത്ത് അദ്ദേഹം വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് അപ്പോൾ തമിഴരെ അദ്ദേഹം ആക്ഷേപിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമാണ് അവിടെ നിലനിൽക്കുന്നത്. കറുത്ത കളറിലേക്ക് വരുന്ന മോദി, അതിനു മുമ്പ് ഡൽഹിയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും അദ്ദേഹം പോയി നിന്ന് സംസാരിക്കുന്ന പോലെ നല്ല വെളുവെളാന്നിരിക്കുന്ന മോദി എങ്ങനെ കറുത്ത നിറത്തിലേക്ക് വന്നു. അദ്ദേഹം കൃത്യമായിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്, ഡള്ള് കളറായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം തമിഴ്നാട്ടിൽ വന്ന് അങ്ങനെ ഒരു ദൃശ്യം നമ്മൾ ഇതിനു മുമ്പിട്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്നേ. ഇപ്പോൾ മോദി ആണെങ്കിൽ അവിടെ ബംഗാളിൽ ഇറങ്ങിയിട്ട് സാധാരണ പോയി കടയിലൊക്കെ പോയി എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞ് സാധനം വാങ്ങിക്കുന്ന മോദിയെ നമ്മൾ കണ്ടു. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മോദി വ്യത്യസ്തമായിട്ട് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ പഴയകാല സിനിമകളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട്. ഇപ്പോൾ വന്നിട്ട് കുട്ടികളുടെ മൂക്കള കൊടുക്കുന്ന കുളിപ്പിച്ചു കൊടുക്കുക. എനിക്കൊന്ന് മോഹൻലാലിന്റെ തന്നെ ഒരു സിനിമയുണ്ട്, ഭൂമിയിലെ രാജാക്കന്മാർ എന്ന് പറയുന്ന സിനിമ. അതിനകത്ത് അടുക്കളയിലൊക്കെ ചെന്നിട്ട് മീൻകറി കുറെ നാളായി മീൻകറി കപ്പയും കൂട്ടി കഴിച്ചിട്ട് അമ്മച്ചിയെ പ്ലേറ്റിംഗ് എന്നിട്ട് അത് കഴിഞ്ഞ ഒരു സീനുണ്ട്, വീട്ടിന്റെ അകത്ത് ബാത്ടബില് കിടന്നിട്ട് ദോ ഇവിടെ ആ ചെറുക്കൻ ഉമ്മ വെച്ചത് അവിടെ സ്മെല്ല് പോകുന്നില്ല. അപ്പോ ഇപ്പോ അതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, അതിന്റെ പിന്നാമ്പുറങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഇതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രചരണ തന്ത്രമായിരിക്കാം, BJPയുടെ പ്രചരണ തന്ത്രമാണ്. പക്ഷെ പ്രചരണ തന്ത്രം പാളിപ്പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. കളറിന്റെ പേരിൽ തമിഴരെ ആക്ഷേപിച്ചു, അതാണ് ഇവിടെ നിൽക്കുന്നൊരു കാര്യം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരത്തിലുള്ള ഓരോ വസ്ത്രധാരണമാണെങ്കിലും ഓരോ രൂപമാറ്റമാണെങ്കിലും ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ജനങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്, അത് ചോദ്യമായിട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. തമിഴിലുള്ള എല്ലാവരും കറുത്ത ആളുകളാണ്, തമിഴ്നാട്ടിലെ ആളുകൾ എല്ലാവരും കറുത്ത ഡള്ളായിട്ടുള്ള ആളുകളാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് അവിടെ നിലനിൽക്കുന്നത്. പരിശോധിച്ചു കഴിഞ്ഞാൽ നോർമലായിട്ടും ഏതൊരു സാധാരണപ്പെട്ട ഒരാൾക്കും എന്തിനാണ് മോദിയുടെ നമ്പർ നമ്മുടെ കേരളത്തിലും ഇറക്കിയിട്ടുണ്ട്. തിരുവല്ലയിൽ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ പ്രചാരണത്തിന് ചെന്ന മോദി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ശരണം വിളിച്ചിട്ടാണ് തുടങ്ങിയത്. ഭക്തനായിട്ടുള്ള മോദി ആയതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതെല്ലാം നിലനിൽക്കുമ്പോഴും സംഘപരിവാർ കാണിക്കുന്നതിനകത്തും കുറവൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിപ്പോൾ BJPയുടെ ഒരു പ്ലാനിങ് ആണ്, BJPയുടെ ഒരു സംവിധാനത്തിലൂടെ വരുമ്പോൾ BJP അതിനകത്തൊരു ഹിന്ദുത്വം കലർത്തിയപ്പോൾ സ്വാമി പ്രൊപ്പഗണ്ട കലർത്താനുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സ്വാമി ശരണമയ്യപ്പ ആണെങ്കിലും ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണെങ്കിലും അതെല്ലാം സ്വാഭാവികമായിട്ടും അതിനകത്തൊരു ഹിന്ദുത്വം കൊണ്ടുവരാനുള്ളൊരു സാഹചര്യമാണ്. ഇതിലൊന്നും കഴിയാത്തുണ്ട്. അത് തമിഴ്നാടിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒന്നും വിളയുന്നില്ല. അത് അവരുടെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ അവരുടെ പൈതൃകം, സംസ്കാരം, അതാണ് തമിഴ്നാടിന്റെ ഒരു പ്രത്യേകത. കേരളത്തിൽ പോലും ഒരു MBA ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്, ഒരു MLA ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ തമിഴ്നാട് കഴിഞ്ഞിട്ടില്ല. അത് BJPയെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. അങ്ങനെയാണ് മോദിയെ വ്യത്യസ്തനായിട്ട് ഒരുക്കി ഒരു സാധാരണക്കാരനായ പ്രധാനമന്ത്രി എന്നുള്ള ലേബലിലാണ് തമിഴ്നാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മോദിയെ. അതിനുവേണ്ടി ചെറിയൊരു മേക്കപ്പ് ചെയ്തേ ഉള്ളൂ. ആ മേക്കപ്പ് ചെയ്തതിന് എന്താണ് തെറ്റ്? അതെ, അത് മാത്രമല്ല അവിടുത്തെ ഒരു സാധാരണക്കാരന്റെ ഒരു അടയാളമാണ് ഈ ഉള്ള ഒരു തുണ്ട് എന്നുള്ളത്. അതൊരു എന്താ പറയാ, ഒരു നാട്ടുപ്രമാണി അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ജനപ്രതിനിധി അതുപോലെ എന്ന ലേബലിലാണ് മോദി ഇതുപോലെ ഡ്രസ്സിങ്ങും ഇതുപോലെ മേക്കപ്പായിട്ട് അവതരിപ്പിച്ച്. പക്ഷെ നാടകം അടപടലം പൊളിഞ്ഞു പോകുക എന്നുള്ളത് മാത്രമാണ് അവിടെ സംഭവിച്ചത്. ഇപ്പോൾ ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഞാനിപ്പോൾ ഫേസ്ബുക്ക് ഈ കണ്ടന്റ് എടുക്കുന്നതിന് മുമ്പോട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ്
ലക്നൌവിലാണെന്ന് തോന്നുന്നു മറ്റേ BJP പ്രവർത്തകർ വന്നിട്ട്, അതെ, ബജ്രംഗ് ദൾ പ്രവർത്തകര് അവർ വന്നിട്ട് മറ്റേ ലെൻസ് കാർട്ടിന്റെ ഇതിൽ വന്നിട്ട് കുറി തൊടിയിപ്പിച്ച് ചരടും കെട്ടിയിട്ട് പോകുന്നൊരു സാഹചര്യങ്ങളൊക്കെ. അപ്പോൾ BJP വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നടക്കുന്ന മറ്റൊരു വിഷയമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച BJP വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വലിയ പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJPക്കെതിരെ ഹിന്ദുത്വ സംഘടനകൾ അല്ലെങ്കിൽ ഹിന്ദുത്വ ഇപ്പം ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെ തിരിയുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. എന്താണെങ്കിലും BJPക്ക് നല്ല കാലമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ തൊട്ടതെല്ലാം ഇട്ടു നില പൊളിയുക എന്നുള്ളൊരവസ്ഥ. അതെ, ഈ കേരളത്തിലാണെങ്കിൽ പോലും വലിയ രീതിയിൽ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ട്രോങ് റൂമുകൾ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ വിഷയം തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച അതിൽ BJPയുടെ സീലാണുള്ളത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു മെയ് 4-ന് ശേഷം അല്ലാതെ സ്ട്രോങ് റൂമുകൾ തുറക്കാൻ പാടില്ല. ആ ചട്ടം തെറ്റിച്ചുകൊണ്ടാണ്. അത് ആരാണ്? കേരളത്തിലെ സാധാരണ ഇവിടുത്തെ കേരള സർക്കാർ ജീവനക്കാരാണ് ഇത് ചെയ്യുന്നത്. കേരള സർക്കാർ ജീവനക്കാർക്ക് തുറക്കാൻ എന്ത് അവകാശമുള്ളത്? കേന്ദ്ര ജീവനക്കാർക്ക് മാത്രമേ അത് തുറക്കാനുള്ള അവകാശമുള്ളൂ എന്ന് നിലനിൽക്കെ കേരളത്തിലെ ജീവനക്കാർ, കേരള സർക്കാരിൻ്റെ ജീവനക്കാർക്ക് എങ്ങനെ തുറക്കാൻ കഴിയുന്നു? എന്നിട്ട് പറയുന്ന ന്യായീകരണോ ഡയറി മറന്നു വെച്ചു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി കയറിയതാണ്. ഇതൊന്നും ആ ഡേറ്റ് കഴിഞ്ഞ് പിന്നെന്തിനാണത് സീൽ ചെയ്ത് പൂട്ടിക്കൊണ്ട് പോയേക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി CCTVകൾ വെച്ച് ഈ പൂട്ടും താക്കോലും വെച്ച് പൂട്ടി വെച്ചേക്കുന്നത് എന്തിനാണ്? ഇത് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തുറക്കണമെങ്കിൽ അത്രയും വലിയ ഉദ്യോഗസ്ഥർ വരണം, സ്ഥാനാർത്ഥികൾ മുഴുവൻ വരണം. ഇവരൊന്നും ഇല്ലാതെയാണ് ഇവർ ഈ ഒരു അതിൽ തുറന്നകത്ത് കയറിയത് തന്നെ. അപ്പോൾ ഇത് എന്താണെങ്കിലും തമിഴ്നാട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മോദിയുടെ ഈ വിഷയം കൃത്യമായിട്ട് BJP അഫക്റ്റ് ചെയ്യുമെന്നാണ് തമിഴ്നാട് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പല ആളുകളും പറയുന്നത്. കാരണം തമിഴരെ സംബന്ധിച്ച് അവരുടെ പൈതൃകമാണെങ്കിലും അവരുടെ മറ്റു കാര്യങ്ങളാണെങ്കിലും BJP പലപ്പോഴും അവർ ഒഴിവാക്കി നിർത്തുന്നുണ്ട്. ഈ BJP വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു സംസ്കാരം വ്യത്യസ്ത സംസ്കാരമാണ്. കേരളത്തെ പോലെ ഇപ്പോൾ ഏകോപനമായിട്ട് പോകുന്ന ഒരു ഹിന്ദുത്വ സംസ്കാരമല്ല. അവിടെ അവർക്ക് അവരുടെ ജാതിയുണ്ട്, അവരുടെ സംവിധാനമുണ്ട്, അവരുടെ 300-ലധികം ജാതികളുള്ള ഒരു സംസ്ഥാനം അതാണ് തമിഴ്നാട്. അതെ, അത് മാത്രമല്ല അവർക്ക് അവരുടെ വിശ്വാസങ്ങളുണ്ട്. അവരുടെ വിശ്വാസങ്ങളാണ് വലുത്. BJP വന്നു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങളിൽ വലിയ രീതിയിൽ വിള്ളലുണ്ടാകും, കോട്ടമുണ്ടാകും എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടായതുകൊണ്ടാണ് അവർ. അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ എത്തിയപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു AIADMK BJPക്ക് വഴിവെട്ടിയൊരുക്കുക എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതും ഈ BJP ഈ AIADMK എന്നുള്ള ഒരു സഖ്യം അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടുണ്ടെന്ന് സ്റ്റാലിനും രാഹുൽ ഗാന്ധിയും തമിഴ്നാട്ടിലെ ജനതയോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ സ്റ്റാലിൻ അതുപോലുള്ള DMK കക്ഷികളുടെ മുന്നിൽ തികച്ചും അപ്രസക്തമാകും ഇത്തവണയും എന്നുള്ളതായിരിക്കും റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അത് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് BJP ആണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഹിന്ദുത്വ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി കേസ് കൊടുത്ത ആരാണ്? ഇവിടുത്തെ BJP നേതാക്കന്മാരാണ്. BJP അത് കൃത്യമായി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ BJP നേതാക്കന്മാരാണ്. എന്നിട്ട് അതിനെ ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് നിൽക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, എന്നിട്ട് ഒരു കലാപം ഉണ്ടാകാൻ ഒരേ സമയം വേട്ടക്കാരനും അതേസമയം ഇരയോടൊപ്പം നിൽക്കുന്ന ആളുമായി മാറുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ BJP കളിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഇന്ത്യയിൽ മുഴുവൻ BJP കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നാളെ ആണെങ്കിലും തമിഴർക്ക് കൃത്യമായിട്ട് അത് അറിയാം, അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അവർ മുൻകൂട്ടി കാണുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് BJPയെ തമിഴ്നാട്ടിൽ നിന്നും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ BJP അവിടെ വളരാൻ പോലും കഴിയാത്ത രീതിയിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്നത്.